വണ്ടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമായിട്ടോ ഇത്. ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു, പരിയാനംതിട്ടയിലേക്ക്. അവിടെ പോയിട്ട് നമുക്ക് ഫിലിമിന് പോകാനുള്ളൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു, ഡൂഡിന്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പരിയാനംതിട്ടയിലൊക്കെ പോയിട്ട് സിനിമയ്ക്ക് പോകാച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ സൈറ്റിൽ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോഴാണ് ചെർപ്പളശ്ശേരിയിൽ ബുക്കിംഗ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. അതായത് ഡ്യൂഡ് സിനിമ അവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ മണ്ണാർക്കാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഒന്ന് തിരിച്ച് വേഗം മണ്ണാർക്കാട് വിടച്ചാൽ 6:45 ഷോ പറഞ്ഞു. ഞങ്ങൾ 6:30 ആയിട്ടും ഞങ്ങൾ അരിമ്പാവ് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. നേരെ ഫിലിമിലേക്ക് പോയി. ഓക്കാസിലായിരുന്നു. ഇച്ചു ഫ്രണ്ടിൽ പോവാണ്, ഞാനാണ് ടിക്കറ്റ് എടുക്കാറുള്ളത്. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിട്ട് ഒരു 10-15 മിനിറ്റോളം ഞങ്ങൾക്ക് ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് ഉള്ളിൽ കയറി, കാരണം ഒന്നുമില്ലാത്ത സ്നാക്കൊന്നും വാങ്ങാതെ ഞങ്ങൾ കയറണത്. അപ്പോൾ അവിടെ ഇരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് പോയി. നേരെ ഉള്ളിൽ കയറി. ഇൻ്റർവെല്ലായപ്പോൾ അവിടെ ഇൻ്റർവെല്ലിന് മുമ്പേ തന്നെ വാശിയായിരുന്നു ഐസ്ക്രീം വേണം എന്നിട്ട്. പിന്നെ ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. നല്ല ഫിലിമായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. ഒരു ത്രില്ലുണ്ട്. നെക്സ്റ്റ് എന്താണെന്ന് അറിയാത്തൊരു ത്രില്ലിംഗ് ആയിട്ട് എനിക്കിഷ്ടമായി. നല്ല പടമായിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ നവാബിയിൽ കയറിയിട്ട് ഷവായ മന്തി കഴിക്കാറുണ്ട്. എന്നിട്ടും മന്തി ലവറല്ല, എന്നാൽ എനിക്കിഷ്ടമാണ്. പക്ഷെ റവാബീത്തെയൊക്കെ ആൾ കുഴപ്പമില്ലാണ്ട് കഴിക്കും. അപ്പോൾ നവാബിയിൽ പോയപ്പോൾ നവാബി ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഡൈനിങ്ങിനൊക്കെ ഒരു വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പാഴ്സൽ എടുക്കുക കേട്ടോ ചെയ്തത്, കാരണം മോളെയും വെച്ചിട്ട് അത്ര നേരം നിൽക്കാൻ വയ്യ. ഞാനും ഏട്ടനും മാത്രമാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നടക്കില്ല, ഞങ്ങൾ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു. ഹാഫ് മന്തിയാണ് കേട്ടോ മേടിച്ചത്, കാരണം ഷവായി മന്തി ആയിരുന്നു. അമ്മ അങ്ങനെ വല്ലാണ്ട് കഴിക്കില്ല. മയോണൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബീട്രൂട്ട് അച്ചാർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പിക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ലൈറ്റ് മധുരമുള്ളൊരു മാങ്ങ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യമായിട്ട് അങ്ങനെ മുമ്പൊന്നും ഇങ്ങനത്തെ സാലഡ് ഉണ്ടായിരുന്നില്ല. നല്ല രസമുള്ള ഷവായ ആയിരുന്നു, കുറച്ച് സ്പൈസാണ്. അത് കഴിഞ്ഞ് ഇച്ചുവിനെ പിടിച്ച് കിടത്തി, കാരണം ഇന്ന് അടുത്ത ദിവസം സ്കൂളിൽ പോകണ്ടല്ലേ വിചാരിച്ചിട്ട് പിടിച്ച് കിടത്തി. പക്ഷെ അവിടെ വിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വാശിയൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നു. ഉണ്ണിയേട്ടൻ അവിടെ ബിഗ് ബോസും കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു കാര്യം, ഞാൻ ചെറുതായിട്ട് മൂക്കുത്തിയിട്ടുണ്ട്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലോട്ട് സാധിച്ചു.